ലൈഫ് ആൻഡ് ലഗേജ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഐസ്ലൻഡില് റെയ്ക്കാവിക് എന്ന് പറയുന്ന സ്ഥലത്താണ്. റെയ്ക്കാവിക് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഐസ്ലൻഡ്. നമ്മൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. അപ്പൊ നമ്മുടെ സ്റ്റേയിലാണ്. ഇറ്റ്സ് ഗസ്റ്റ് ഹൗസ് അറോറ. ആൻഡ് നല്ല സ്റ്റേ ആയിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ആയിരുന്നു. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. സോ ഇന്നാണ് നമ്മുടെ മെയിൻ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ. ഇന്നാണ് ഞങ്ങൾ ഇന്നലെ എത്തിയെങ്കിലും അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് റാൻഡം തിങ്സ്. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കിയിട്ട് വരാം. ഫ്ലൈറ്റ് ഇറങ്ങി ബാഗേജ് റീക്ലെയിമിങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അറൈവൽസ് പാർക്കിംഗ് 2 ബിക്കോസ് അവിടെയാണ് നമ്മളോട് കാർ റെന്റൽസിന്റെ ആൾക്കാർ വരാൻ പറഞ്ഞത്. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ റെന്റൽസിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്ത് ലാവ കാർസ് എന്ന് പറയുന്നതാണ്. സോ അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് അവരുടെ റെന്റൽ അവിടെ കൊണ്ടുപോയി ആൻഡ് കാറൊക്കെ തന്നു. എഗ്രിമെന്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായി. ഇപ്പൊ നമ്മൾ കാറിലാണ്. നല്ല വണ്ടിയാണ് അല്ലെ? എന്താ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായം? എന്ന് പറഞ്ഞാൽ കുറെ സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. അത്യാവശ്യം കൺട്രോളും പവറും ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ പതുക്കെ നോക്കാം. ഇനി നമ്മള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. റെയ്ക്കാവിക് ടൗണിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. സോ ആൻഡ് ഞങ്ങൾക്ക് ഒരു ഗ്രോസറി ഷോപ്പിലും കൂടെ പോകണം. നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സോ ഇന്ന് അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ഓൾറെഡി ഇരുട്ടായി. അപ്പോൾ സിറ്റി ഒന്നും അധികം അങ്ങനെ ചുറ്റി കാണാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. റാൻഡംലി ഒന്ന് സിറ്റി കൂടെ തന്നെയാണ് പോകുന്നതൊക്കെ. അപ്പം അങ്ങനെ കാണാന്നല്ലാതെ സോ അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളങ്ങനെ റൂം കണ്ടുപിടിച്ചു. ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് ഗസ്റ്റ് ഹൗസ് അറോറയാണ്. ആൻഡ് ഇപ്പോൾ അവിടുന്ന് തൊട്ടടുത്തുള്ള ഒരു മെയിൻ അട്രാക്ഷൻ വന്നിട്ടുണ്ട്. ഒരു ചർച്ചാണ്. ഇതിന്റെ പേര് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പം ഇവിടെ നൈറ്റ് ഇങ്ങനെ ഒരു പിങ്ക് ലൈറ്റ് കിട്ടും. നല്ല രസമുണ്ട്. ഭയങ്കര തണുപ്പാണ്. ഇപ്പം ഫീൽസ് ലൈക്ക് ഒരു -5 ആണ്. സോ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല പ്രൊട്ടക്ഷനിൽ നിൽക്കുകയാണ്. അധികം ഒരു 2.5 hours ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര ക്ഷീണവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് കുറച്ച് നേരത്തെ കിടന്നുറങ്ങാൻ കാര്യങ്ങളും ചെയ്യാൻ നോക്കണം. ബിക്കോസ് ഞങ്ങൾക്ക് നാളെ രാവിലെ ആണ് ബ്ലൂ ലഗൂൺ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോസറി ഷോപ്പ് പോലത്തെ എന്തിനെങ്കിലും പോയിട്ട് കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങാനുണ്ട്. ഐസ്ലൻഡിലെ ബോണസ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ കയറിയത്. എൻ്റെ പാർട്ട് 1 വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ പാക്ക് ചെയ്തിരുന്നു. അതിനു പുറമെ ലോങ് ഡ്രൈവ് ഉള്ളതുകൊണ്ട് കുറച്ച് സ്നാക്സ് കരുതി വയ്ക്കാനാണ് ഞങ്ങളൊരു ഗ്രോസറി സ്റ്റോറിൽ കയറിയത്. ആൻഡ് റെയ്ക്കാവിക് സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രോസറീസൊക്കെ അത്യാവശ്യം ലിമിറ്റഡ് ആയിരിക്കും. സോ വേണ്ട ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം. സോ ആ ഡേ അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് പ്രസൻറ്റ് ഡേയിലോട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലോട്ടാണ് പോയത്. സോ ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി അതാണ്. രാവിലെ 9 മണിയുടെ സ്ലോട്ടാണ് എടുത്തത്. ബട്ട് ഇപ്പൊ 9:30 ആയി. ദാറ്റ്സ് ഓക്കെ. നമുക്കൊരു 11 o'clock വരെ ഇവിടെ ടൈം ഉണ്ട്. സോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മളിവിടെ ഇറങ്ങുക. ഐ എം സോ എക്സൈറ്റഡ്. മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ബ്ലൂ കളറിനൊക്കെ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ ലൈറ്റായിട്ട് കണ്ടു. നല്ല രസമുണ്ട്. സോ അവിടെ എത്തിയിട്ട് കാണാം. ബ്ലൂ ലഗൂണിൽ ഇറങ്ങുന്നതിന് മുന്നേ വി നീഡ് ടു ടേക്ക് എ ഷവർ ആൻഡ് ദാറ്റ്സ് എ മസ്റ്റ്. മെൻസിനും വുമൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയയും ലോക്കർ റൂമും ഉണ്ട്. സോ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ അവിടെ കീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വിമ്മിങ് സ്യൂട്ടിലോട്ട് മാറാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ അങ്ങനെ സ്വിമ്മിങ് വെയർ ഒക്കെ ഇട്ട് ബ്ലൂ ലഗൂണിലോട്ട് ഇറങ്ങി. നമ്മളങ്ങനെ ബ്ലൂ ലഗൂണിലെത്തി. ഇതാണ് ഐസ്ലൻഡിൽ എത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി. ഇതൊക്കെ കാണാം. ഫോട്ടോസിലും കാണാം. എഡിറ്റിങ്ങോ അങ്ങനെ ഒന്നുമല്ല. അതേപോലെ തന്നെ റിയാലിറ്റി. നല്ല ബ്ലൂ കളർ വാട്ടറാണ്. ആൻഡ് ലൈക്ക് ഒരു 38 ഡിഗ്രി 39 ഡിഗ്രി ഉണ്ട് വെള്ളം. നല്ല രസമുണ്ട്. നല്ല അടിപൊളി ഫീലിംഗ് ആണ് ഇവിടെ. Yeah, can you explain why this water is so blue? It is because of the silica. Oh. It's a main mineral in the water. Okay. The true color of the water is a milky white. Oh. But the reflection from the sky and the sun makes it look blue to us. Wow, thank you. ഗുഡ് പാക്കേജ്. നമുക്ക് ഉള്ള 2 എണ്ണമാണ്. നമുക്ക് ഒരു ഡ്രിങ്ക് ഇവിടെ ഫ്രീ ഡ്രിങ്ക് ഉണ്ട്. പിന്നെ നമുക്കൊരു മാസ്ക്, ക്ലേ മാസ്ക് പോലത്തെ ഒരു മാസ്ക് കിട്ടും. അത് ഇവിടെ തന്നെയുള്ള ആ ഒരു മിനറൽ ഡെപ്പോസിറ്റ് പോലത്തെ
പോലത്തെ ഇതാണ്. നമ്മുടെ ഫേസിനും സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. സോ ഇത് രണ്ടെണ്ണം നമുക്ക് നമ്മുടെ പാക്കേജിൽ ഉള്ളതുകൊണ്ട് ഇവർ ഇവിടുന്ന് തരും. സോ അത് അവിടെയാണ് അതിൻ്റെ ക്യൂ. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഫേസ് മാസ്ക് വാങ്ങിക്കാൻ പോവാണ്. Thank you. All right. Okay. Not on the face. Not on the beard. All right. Thank you. മാസ്ക് ഹെയറിലാവാൻ പാടില്ല. ഹെയറിന് നല്ലതല്ല, ബട്ട് സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. ഹെയറിലൊക്കെ ആയി. Let's go down the head. Full facial. ദിസ് ഇസ് സിലിക്ക മാസ്ക്. സോ അത് കിട്ടു. ഇതൊരു 10 minutes മുഖത്ത് വെച്ചിട്ട് കഴുകി കളയാന്നാണ് അവർ പറഞ്ഞത്. ഇറ്റ്സ് പ്യൂരിഫൈഡ് സ്കിൻ എന്ന് ആ ചെക്കൻ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഡ്രിങ്ക് ഉണ്ട്, ഫ്രീ ഡ്രിങ്ക്. സോ നമ്മൾ ആ ഡ്രിങ്ക് കുടിക്കാൻ പോകണം. വേതാളത്തിന് പോലെ വരാനേ പറ്റില്ല, കുറച്ച് സ്പീഡ് കൂടുതലാണ്. എനിക്ക് നടന്ന് വയ്യ. കുറച്ച് സ്പീഡ് കുറയ്ക്കും, സ്പീഡ് കൂടുതൽ. നമുക്ക് നമ്മുടെ ഡ്രിങ്ക് ഉണ്ട്. സോ നമ്മൾ ഡ്രിങ്ക് കുടിക്കാൻ പോകാനായിട്ട് കുറച്ച് എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അവിടെ പോയാലേ അറിയുള്ളൂ. നമുക്ക് ഈ ഒരു ബാൻഡ് അവർ കയ്യിലിട്ട് തന്നിട്ടുണ്ട്. സോ ഈ ബാൻഡിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് മാസ്ക് നമുക്ക് തന്നെ നെക്സ്റ്റ് ഈ ബാൻഡ് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഏതാ ഡ്രിങ്ക് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഇതുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഡ്രിങ്ക് കിട്ടി. ഞാൻ വാങ്ങിച്ചത് ഒരു ബ്ലൂ ഐസ് ആണ് ആൻഡ് സത്യ വാങ്ങിച്ചത് ഒരു ഗ്രീൻ ഗുഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങൾ ബ്ലൂ ലഗൂണിൽ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ച നേരമൊക്കെ കഴിഞ്ഞിരുന്നു. ബട്ട് എന്തോ കുറച്ച് നേരം കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങളൊരു എക്സ്ട്രാ ½ an hour കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു പോയത്. ആൻഡ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഒരു തവണയും കൂടെ നമ്മൾ കുളിക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ ബ്ലൂ ലഗൂണൊക്കെ കഴിഞ്ഞു. നല്ല രസമായിരുന്നു, ഭയങ്കര നല്ല ജീവിതത്തിൻ്റെ നല്ലൊരു അനുഭവമായിരുന്നു ബ്ലൂ ലഗൂൺ. ഞാനപ്പോൾ നേരത്തെ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് പാർട്ട് 1 കണ്ടാൽ മനസ്സിലാവും. അതിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ബ്ലൂ ലഗൂണിൽ ഇൻഡിവിജ്വലിന് എത്ര പ്രൈസാണ് വരുന്നത് കാര്യങ്ങളൊക്കെ. സോ അത് കാണാത്തവർ പാർട്ട് 1 കണ്ടു നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വന്നിട്ട് ഗെയ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിയോ തെർമൽ ആക്ടിവിറ്റിയാണ്. അത് ഭയങ്കര ഇതേപോലൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ജിയോ തെർമൽ ആക്ടിവിറ്റി ഓരോ 10 മിനിറ്റിലും നടക്കുന്ന ഒരു സംഭവം. അവിടെ പോകുന്നുണ്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഗൾഫൂസ് വാട്ടർഫാൾസ്. റേക്കാവിക്കുന്ന കുറച്ചുള്ളൂ. നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇന്ന് ഗോൾഡൻ സർക്കിളാണ്. എന്താണ് ഗോൾഡൻ സർക്കിൾ എന്നൊക്കെ ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് നമുക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി 1-2 ലൊക്കേഷൻസും കൂടെ ഒന്ന് കവർ ചെയ്യുള്ളൂ. അപ്പോൾ അത്രയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ കാണാം. ബ്ലൂ ലഗൂണിൽ നിന്ന് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോകുന്ന വഴി കണ്ട കാഴ്ചയാണിത്. 3 മാസം മുന്നേ ഇവിടെ പൊട്ടിയ ഒരു വോൾക്കാനോയിൽ നിന്നും പൊഴുകി വന്ന ലാവയാണ് ഈ റോഡിൻ്റെ 2 സൈഡും കിടക്കുന്നത്. ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വണ്ടി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളും വണ്ടി നിർത്തി. ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്ന ലാവയാണ്. ജസ്റ്റ് 3 months ബാക്ക് ഉണ്ടായ ലാവ. ആൻഡ് ആ കാണുന്ന അവിടെ നിന്നുള്ള മൗണ്ടെയിൻ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ടാണ് ഈ കാണുന്ന ലാവ മൊത്തം ഒഴുകി വന്നത്. ഓൾമോസ്റ്റ് ഒരു 13 kilometers ലാവ ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുമാതിരി വെടിമരുന്നിന്റെ പോലത്തെ മണാണ്. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം, അവിടെ ഇവിടെ ഇപ്പോഴും ഓരോ ഇതിന്ന് പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം മാത്രമാണ് റെസ്ട്രിക്റ്റഡ് ചെയ്യാത്ത ഒരു ഏരിയ.
കുറച്ച് അപ്പുറത്തേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. ബിക്കോസ് ഇപ്പോഴും ഇവിടെ ഏത് നിമിഷം വേണമെങ്കിലും വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത്. വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 150 കിലോമീറ്റർ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. എന്നിട്ടാണ് ഞങ്ങളുടെ അടുത്ത ലൊക്കേഷൻ വന്നത്. സോ കുറച്ച് ടയേർഡായി. ഞങ്ങൾക്ക് റിഫ്രഷിങ് സെൻറ്ററും ഞങ്ങൾ നോക്കി നടന്നിരുന്നു. അപ്പം നമ്മളങ്ങനെ ഗോൾഡൻ സർക്കിളിലോട്ട് വന്നു. ആൻഡ് ഗോൾഡൻ സർക്കിളിൽ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗെയ്സർ ഹോട്ട് സ്പ്രിങ് കാണാനാണ്. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. അവിടെയാണ് ഇറപ്റ്റിംഗ് ഹോട്ട് സ്പ്രിങ് ഉള്ളത്. സോ നമ്മളവിടെ പോയിട്ട് വരാം. ആൻഡ് ഇവിടെ നമുക്ക് ഫ്രഷ് ആവാനൊക്കെ ഉള്ള ഒരു ഏരിയയും കാര്യങ്ങളുണ്ട്. ഇത് കുറേ കിലോമീറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 200 കിലോമീറ്റേഴ്സ് റേക്കാവിക്കിൽ കവർ ചെയ്തു. അത് കഴിഞ്ഞ് വന്ന ഒരു ഏരിയയാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഇവിടെ ഒരു ഫ്രഷ് ആവാനുള്ളൊരു സ്പോട്ടൊക്കെ ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഒരു ഹോട്ട് സ്പ്രിങ് ആണ്. ഇതേപോലത്തെ ഒരു ഹോട്ട് സ്പ്രിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇത്രയും ഇത് ചെറുതാണ്. നമ്മൾ പോകുന്നത് വലുതിലാണ്. ആൻഡ് അത് ഇറപ്റ്റ് ചെയ്യും ഓരോ 5 to 10 മിനിറ്റ്സിലും. ഞാൻ ഹോട്ട് സ്പ്രിങ് ഇറപ്റ്റ് ചെയ്ത് പോകുന്നു. ആൻഡ് അതൊരു 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ആൾസോ ഓരോ 5 to 10 മിനിറ്റ്സിലാണ് അത് ഇറപ്റ്റ് ചെയ്യുക. ആൻഡ് അതൊരു 30 മീറ്റേഴ്സ് ഹൈറ്റിൽ വരുന്നതാണ് ഞാൻ കണ്ടത്. ലെറ്റ്സ് ഗോ ആൻഡ് സീ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇപ്പോൾ ഇറപ്റ്റ് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ട് സ്പ്രിങ്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു 2 മിനിറ്റ്സിനുള്ളിൽ ഇറപ്റ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ നോക്ക്. ഇപ്പം നമ്മളങ്ങനെ സ്റ്റോക്കർ ഗേസർ കണ്ടു. നമ്മളൊരു 3-4 തവണ കണ്ടു കേട്ടോ. ഇത് 5 മിനിറ്റ്സ് കൂടുമ്പോൾ ഇറപ്റ്റ് ആവുന്നുണ്ട്. നല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലവും അനുഭവമൊക്കെ ഉള്ളത്. ഇനി നമ്മളിവിടെ ഗോൾഡൻ സർക്കിളിൽ തന്നെയുള്ള ഗൾഫോസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതൊരു വാട്ടർഫാൾസ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റ് ആയി. കുറച്ച് ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. അതൊരു വലിയ വാട്ടർഫാൾസ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാണാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇങ്ങോട്ട് വന്ന പോലെയല്ല ഞാൻ അങ്ങോട്ട് പോകുന്നത്. എൻ്റെ കോട്ടൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. ബിക്കോസ് നമ്മൾ ഇവിടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഹെയിൽ സ്റ്റോം പോലെ ഐസ് വന്ന് അടിക്കാൻ തുടങ്ങി മുഖത്തേക്ക്. അപ്പോഴേക്കും ഫേസൊക്കെ നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ജാക്കറ്റ് ആയിരുന്നില്ല. അപ്പോൾ വേഗം വീണ്ടും പാർക്കിങ്ങിൻ്റെ അവിടെ പോയിട്ട് ആ കോട്ടൊക്കെ മാറ്റി ഫേസൊക്കെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ജാക്കറ്റൊക്കെ എടുത്തിട്ടതാണ്. ഭയങ്കര വേദനയായിരുന്നു. ഐസ് വന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഹിറ്റ് ചെയ്യായിരുന്നു ഫേസിൽ. എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാണ്. ഫസ്റ്റ് ഡേ ആണ്. ബട്ട് ഐ തിങ്ക് ഐസ്ലാൻഡ് ഈസ് വർത്ത് ഇറ്റ്. നമ്മളിപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗോൾഡൻ സർക്കിളിൽ തന്നെയുള്ള ഗൾഫോസ് വാട്ടർഫാൾസിലാണ്. ഭയങ്കര ഹ്യൂജ് വാട്ടർഫാൾസ് ആണത്. Oh my god. This is huge. അങ്ങനെ നമ്മൾ ഈ വാട്ടർഫാൾസ് കണ്ട് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു. ഞങ്ങൾ പോയത് ഒരു ഒക്ടോബർ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈറ്റ് ഡ്യൂറേഷനാണ് കൂടുതൽ. സോ ഒരു 6 PM ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടാവും. ഡേ നല്ല ക്ലൗഡി ആയതുകൊണ്ട് അറോറ എന്ന് കാണില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതിനു പകരം വേറൊരാളാണ് വന്നത്, ഹെയിൽ സ്റ്റോം. അപ്പം നമ്മളങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. നമ്മൾ ഗസ്റ്റ് ഹൗസ് ബിട്ര എന്ന് പറയുന്ന ഒരു എയർബിഎൻബിയിൽ വന്നു. ഞങ്ങൾ നേരത്തെ തന്നെ വന്നത് ഭയങ്കര നന്നായി തോന്നി. ബിക്കോസ് പുറത്ത് ഭയങ്കര ഹെയിൽ സ്റ്റോം ആണ്. ഞങ്ങൾ വരുമ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ നല്ല സ്ട്രോങ് ആയി. ഐസ് വന്ന് അടിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. നല്ലപോലെ ഐസ് വന്ന് അടിക്കുന്നുണ്ട്. സോ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ നാളെ കാണിച്ചു തരാം.